സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജെയ്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ. ഏറ്റവും ഉയർന്ന വില ജെയ്കോയിൽ തന്നെ. ജെയ്കോ ജുവൽസ്, തൊടുപുഴ. ജപ്പാൻ കരാത്തെ ദോ ഷിറ്റോറിയു ഷിൻബുക്കൻ ഓപ്പൺ കപ്പ് കരാത്തെ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ 500-ലധികം മത്സരാർത്ഥികൾ പങ്കെടുത്തു. ജപ്പാൻ കരാത്തെ ഡോ ഷിറ്റോറിയോ ഷിൻബുക്കൻ ഓപ്പൺ കപ്പ് കരാത്തെ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂളിൽ 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പ് വെറ്ററൻസ് മാരത്തോൺ ദേശീയ ചാമ്പ്യൻ മുഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ആദ്യമായി ഇത് സംഘടിപ്പിച്ച സംഘാടകർക്ക് ഇത് വരും തലമുറയിലുള്ള കുട്ടികൾക്കുള്ള ഒരു പ്രചോദനവും പ്രോത്സാഹനവുമാണ്. നമ്മൾ ലഹരിയുടെയും മൊബൈലിൻ്റെയും അഡിക്റ്റായി കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ വെക്കേഷൻ സമയത്ത് കുട്ടികൾ ഇതുപോലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ജനങ്ങൾക്കും സ്വന്തം കാര്യത്തിനും വേണ്ടി അവർക്ക് പ്രാപ്തരാകുന്ന ഈ ഘട്ടത്തിൽ എല്ലാവർക്കും ഒരു പ്രചോദനമാണ് ഈ കാണുന്ന കുരുന്നുകൾ. എൻ്റെ മാതാപിതാക്കൾക്കും എനിക്ക് അഭിമാനം തോന്നുന്നു ഇതിനുവേണ്ടി കളിക്കാൻ വിടാതെ ഇതുപോലുള്ള പ്രോഗ്രാമിന് വിടുന്നത്. കാരണം ഞാൻ വളർന്ന വഴി വളരെ സങ്കടകരമായ ഒരു കാലഘട്ടത്തിലായിരുന്നു. ഞാൻ വളർന്നത് ദാരിദ്ര്യത്തിൽ തന്നെയായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഉച്ചക്ക് ഊണിന് ഞാൻ പുതുപ്പാടി എന്ന സ്കൂളിൽ നിന്ന് പുന്നമറ്റം വരെ ഓടുമായിരുന്നു. അത് ഊണ് കഴിക്കാൻ വേണ്ടി ഓടുന്നതാണ്. തിരിച്ചും അവിടെ ചെല്ലുമ്പോൾ ബെല്ലടിക്കും. അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ഓട്ടം തുടങ്ങിയത്. ആ ഓട്ടം തുടങ്ങി അവിടെ നിന്നു. എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലായിരുന്നു. ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ കുട്ടികൾക്ക് നല്ല അധ്യാപകരുണ്ട്, നല്ല മാതാപിതാക്കളുണ്ട്, സഹപാഠികളുണ്ട്. സർക്കാരും അതിനുള്ള പ്രോത്സാഹനം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കളർ ബെൽറ്റ്, ബ്ലാക്ക് ബെൽറ്റ് വിഭാഗത്തിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി 500ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തു. ഷാജുമാധവൻ ശ്രദ്ധിക്കുക, ബൗട്ട് സ്റ്റോപ്പ് ചെയ്തോളുക, എന്നിട്ട് കുട്ടികളെ അവിടെ തന്നെ ലൈൻ ചെയ്യിച്ചു. സ്റ്റേജിന് അഭിമുഖമായിട്ട് ലൈൻ 10 years girls Kata for girls. Third place Aiza Mary Joyan and Shivani Ajkumar. Come forward. Aiza Mary Joyan and Shivani Ajkumar. സിംഗപ്പൂരിൽ നടന്ന ഏഷ്യ പസഫിക് ഷിറ്റോറിയോ കരാത്തെ മത്സരത്തിൽ പങ്കെടുത്തവരെയും ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ രഞ്ജിത്ത് ജോസിനെയും വെങ്കല മെഡൽ കരസ്ഥമാക്കിയ ആഗ്നസ്, ആഷ്ലിൻ, സ്മിത, അനിൽ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ഷിൻബുക്കാൻ കരാത്തെ അസോസിയേഷൻ പ്രസിഡന്റ് അഭിലാഷ് മൈക്കിൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഷിൻബുക്കാൻ ഇന്ത്യൻ ചീഫ് ഷിഹാൻ രഞ്ജിത്ത് ജോസ്, അസോസിയേഷൻ സെക്രട്ടറി അഭിലാഷ് ആചാരി, സജിത്, നിർമ്മല പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾ ചൂരത്തൊട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.